പ്രിയമുള്ളവരെ, 5-ാം സ്ഥലം യേശുക്രിസ്തുവിനെ ശിമയോൻ സഹായിക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല പടയാളികൾ ശിമയോനെ കുരിശിൽ മുക്കുവാൻ വിളിക്കുന്നത്. അവനോടുള്ള പ്രതികാരത്തിൻ്റെ, അവനോടുള്ള അരിശത്തിൻ്റെ, കോപത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അവനെ ജീവനോടെ തന്നെ കുരിശിൽ തറച്ച് കൊല്ലണമെന്നുള്ള വാശിക്കാണ് അവർ ആ മനുഷ്യനെ സഹായിക്കാൻ വിളിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് വേദനകൾ സഹിക്കുന്ന പല മനുഷ്യരെയും നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ സഹനങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നമ്മളൊരു ചെറുവിരലെങ്കിലും അനക്കാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ സ്ഥലത്തിലൂടെ കർത്താവ് നമ്മളെ ഉദ്ബോധിക്കാൻ ശ്രമിക്കുന്നത്. വേദനിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ക്രിസ്തുമാർഗം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പല പാതകളിലും ചിന്തിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ശിമയോനെ പോലെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കൊരു പരിചയമില്ലാത്ത ആ മനുഷ്യൻ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോഴും നമ്മളെ ദ്രോഹിക്കുമ്പോഴും ദൈവം അയച്ച ദൂതനെ പോലെ എവിടുന്നോ ഒരു ശിമയോൻ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് വാസ്തവമാണ്. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വേദനയുള്ളവരുടെ ഇടയിലേക്ക് ഒരു ശിമയോനെ പോലെ കടന്നു ചെല്ലാൻ ഈ സ്ഥലത്തിൻ്റെ ഓർമ്മ നമ്മളെ നയിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിൻ്റെ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കും.